The boy and the bird. The boy and the bird. ആൺകുട്ടിയും പക്ഷിയും എന്ന് പറയുന്ന ഒരു സ്മോൾ പിക്ചർ സ്റ്റോറിയാണ് നമ്മൾ 3rd സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷിലെ ഒരു സ്മോൾ പിക്ചർ സ്റ്റോറിയാണ്. ലെറ്റ്സ് റീഡ് ഇറ്റ്. This is Ringu. All his friends have gone home from school. He is waiting for his father. അപ്പോൾ തനിച്ചിരിക്കുന്ന കുട്ടിയില്ലേ, അതാണ് ദിസ് ഇസ് റിങ്കു. ഇതാണ് റിങ്കു. All his friends have gone home from school. അപ്പോൾ എല്ലാ തൻ്റെ ഫ്രണ്ട്സും, all his friends എന്ന് പറഞ്ഞാൽ എല്ലാ അവൻ്റെ കൂട്ടുകാരും, have gone പോയിട്ടുണ്ട്, home from school സ്കൂളിൽ നിന്നും എവിടേക്ക്, വീട്ടിലേക്ക് പോയിട്ടുണ്ട്. പക്ഷെ എന്താ അവന് പോവാത്തത് നോക്കാം. ഹീ ഈസ് വെയിറ്റിംഗ് ഫോർ ഹിസ് ഫാദർ. അവൻ അവൻ്റെ അച്ഛന് വേണ്ടി കാത്തിരിക്കുകയാണ്. ഹീ ഈസ് വെയിറ്റിംഗ് ഫോർ ഹിസ് ഫാദർ. അപ്പോൾ എന്താണ് ആ സമയത്ത് ഉണ്ടായത് നോക്കാം. കിയോ കിയോ റിങ്കു ഹേഡ് എ സൗണ്ട്. ഇറ്റ് വാസ് ദ ക്രൈ ഓഫ് എ ലിറ്റിൽ ബേർഡ്. ഇറ്റ് കെയിം ഫ്രം എ പൈൽ ഓഫ് ഡ്രൈ ലീവ്സ്. കിയോ കിയോ എന്നുള്ളൊരു ശബ്ദം കേട്ടു. റിങ്കു ഹേർഡ് എ സൗണ്ട്. റിങ്കു ഒരു ശബ്ദം കേട്ടു. ഹേർഡ് എന്ന് പറഞ്ഞാൽ കേട്ടു. ഹിയറിൻ്റെ പാസ്റ്റാണ്. ഹിയർ കേൾക്കുക, ഹേർഡ് കേട്ടു. ഇറ്റ് വാസ് ദ ക്രൈ ഓഫ് എ ലിറ്റിൽ ബേർഡ്. അതെന്തായിരുന്നു? ഇറ്റ് വാസ് അതായിരുന്നു. ദ ക്രൈ ഓഫ് എ ലിറ്റിൽ ബേർഡ് ഒരു ചെറിയ പക്ഷിയുടെ കരച്ചിലായിരുന്നു. ഇറ്റ് കെയിം ഫ്രം അതെവിടെ നിന്നാണ് വന്നത്? ഇറ്റ് കെയിം ഫ്രം എ പൈൽ ഓഫ് ഡ്രൈ ലീവ്സ്. ഒരു കൂന ഉണങ്ങിയ ഇലകൾ കൂടിക്കിടക്കുന്നുണ്ട് അവിടെ. അതിൽ നിന്നുള്ളിൽ ആ സൗണ്ട് കേട്ടത്. ഇറ്റ് കെയിം ഫ്രം എ പൈൽ ഓഫ് ലിറ്റിൽ ഡ്രൈ ലീവ്സ്. Ringu sat on his knees. He groped through the leaves. His hands stumbled on a poor little bird. Ringu sat on his knees. Sat എന്ന് പറഞ്ഞാൽ എന്താ? ഇരുന്നു അല്ലേ? സിറ്റിൻ്റെ പാസ്റ്റാണ് സാറ്റ്. അപ്പോൾ റിങ്കു സാറ്റ് എന്ന് പറഞ്ഞാൽ റിങ്കു ഇരുന്നു. എവിടെയാണ്? ഓൺ ഹിസ് നീസ്. എങ്ങനെയായിരുന്നത്? ഓൺ ഹിസ് നീസ് അവൻ്റെ കാൽമുട്ടുകളിൽ. അപ്പോൾ അങ്ങനെ മുട്ടുകുത്തിയിരുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. റിങ്കു സാറ്റ് ഓൺ ഹിസ് നീസ് എന്ന് പറഞ്ഞാൽ റിങ്കു മുട്ടുകുത്തിയിരുന്നു. ഹി ഗ്രോപ്ഡ് ത്രൂ ദ ലീവ്സ്. അവന് ഗ്രോപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ തപ്പിത്തടയുക എന്നാണ്. ഗ്രോപ്ഡ് തപ്പിത്തടഞ്ഞു. ത്രൂ ദ ലീവ്സ് ഈ ഇലകളിലൂടെ ഇവൻ്റെ കൈകൾ ഇങ്ങനെ തപ്പിത്തടഞ്ഞു. ഹിസ് ഹാൻഡ്സ് സ്റ്റംബിൾഡ് ഓൺ എ പുവർ ലിറ്റിൽ ബേർഡ്. അങ്ങനെ അവൻ്റെ കൈകൾ, ഹിസ് ഹാൻഡ്സ് അവൻ്റെ കൈകൾ സ്റ്റംബിൾഡ് എന്ന് പറഞ്ഞാൽ എവിടെയോ തട്ടി. എവിടെ തട്ടിയത്? ഓൺ എ പുവർ ലിറ്റിൽ ബേർഡ്. എവിടെയാണ് തപ്പിത്തടഞ്ഞെത്തിയത്, തേടി പിടിച്ചെത്തിയത് എവിടെയാണ്? ഓൺ എ പുവർ ലിറ്റിൽ ബേർഡ്, ഒരു പാവം കുഞ്ഞി പക്ഷിയുടെ അടുത്താണ്. Meow, meow. Ringu felt the presence of a cat. Will it catch the chick? He worried. He threw a stone at the cat. Meow, meow എന്നുള്ള ശബ്ദത്തോടെ റിങ്കു felt the presence of a cat. ആ മ്യാവ് മ്യാവ് എന്നുള്ള ശബ്ദം കേട്ടപ്പോൾ റിങ്കുവിന് മനസ്സിലായി ഒരു ക്യാറ്റ് അവിടെ ഉണ്ടെന്ന്. ഒരു ക്യാറ്റിൻ്റെ, ഒരു പൂച്ചയുടെ സാന്നിധ്യം അവിടെ ഉണ്ടെന്ന് അവന് ഫീൽ ചെയ്തു. Will it catch the chick? ഹി വറീഡ്. അപ്പോൾ അവൻ എന്തിനാണ് വിഷമിച്ചത്? ഹി വറീഡ് എന്നാണ് അവൻ വിഷമിച്ചു. വിൽ ഇറ്റ് ക്യാച്ച് ദ ചിക്ക്? അത് ആ ചിക്കിനെ പിടികൂടുമോ എന്ന് പേടിച്ചിട്ട്. ഇവിടെ ചിക്ക് എന്ന് പറഞ്ഞാൽ ബേബി ബേർഡിനെയാണ് പറയുന്നത്. നമ്മൾ സാധാരണ കോഴിക്കുഞ്ഞിനെയാണ് ചിക്ക് എന്ന് കേട്ടിട്ടുണ്ടാവുക. എല്ലാ ബേർഡിൻ്റെയും കുഞ്ഞി പക്ഷികളെ പറയുന്നത് ചിക്ക് എന്ന് പറയും. വിൽ ഇറ്റ് ക്യാച്ച് ദ ചിക്ക്? അപ്പോൾ ഈ പക്ഷിക്കുഞ്ഞിനെ അത് പിടിക്കുമോ എന്ന് ഇവൻ വിഷമിക്കുകയാണ്. ഹി ത്രൂ എ സ്റ്റോൺ അറ്റ് ദ ക്യാറ്റ്. അപ്പോൾ അവനൊരു കല്ലെടുത്ത് ആ ക്യാറ്റിൻ്റെ അടുത്തേക്ക്, അല്ലെങ്കിൽ ക്യാറ്റിന് നേരേക്ക്, പൂച്ചയ്ക്ക് നേരേക്ക് എറിഞ്ഞു. ഹി ത്രൂ എറിഞ്ഞു. റിങ്കു ജെന്റ്ലി പിക്ക്ഡ് ദ ബേബി ബേർഡ്. വെർ ഇസ് ഇറ്റ്സ് നെസ്റ്റ്? വെർ ഇസ് ദ മദർ ബേർഡ്? ഹി ലിസൺ കെയർഫുള്ളി. ഫൈനലി ഹി ലൊക്കേറ്റഡ് ദ ട്രീ. അങ്ങനെ റിങ്കു ജെന്റ്ലി പിക്ക് ദ ബേബി ബേർഡ്. മെല്ലെ ആ ബേബി ബേർഡിനെ, കുഞ്ഞി പക്ഷിയെ എടുത്തു. വെർ ഇസ് ഇറ്റ്സ് നെസ്റ്റ്? ഇതിൻ്റെ കൂടെ എവിടെയാണ്? വെർ ഇസ് ദ മദർ ബേർഡ്? എവിടെയാണ് ഇതിൻ്റെ അമ്മക്കിളി? ഹി ലിസൺ കെയർഫുള്ളി. അവന് നല്ല ശ്രദ്ധാപൂർവം ശ്രദ്ധിച്ചു. ഫൈനലി ഹി ലൊക്കേറ്റഡ് ദ ട്രീ. അവസാനം അവന് ആ മരത്തെ കണ്ടുപിടിച്ചു, സ്ഥലം കണ്ടെത്തി. ലൊക്കേറ്റഡ് എന്ന് പറഞ്ഞാൽ സ്ഥാനം കണ്ടുപിടിച്ചു എന്നാണ്. Ringu put the bird in his pocket. He climbed onto the top of the tree. He felt the branches and leaves with his hands to find the nest. At last, he found the nest. Ringu put the bird in his pocket. അപ്പോൾ റിങ്കു ആ പക്ഷിയെ എന്ത് ചെയ്തു? അവൻ്റെ പോക്കറ്റിൽ വെച്ചു. He climbed onto the top of the tree. എന്നിട്ട് ആ മരത്തിൻ്റെ മുകളിലേക്ക് ഇവൻ കയറാൻ തുടങ്ങി. He felt the branches and leaves with his hands to find the nest. അവന് ഫെൽറ്റ് ചെയ്യണം. ഫെൽറ്റ് ചെയ്യുന്ന നമുക്ക് അനുഭവിച്ചറിയാം, അല്ലെങ്കിൽ തൊട്ട് നോക്കുക, അങ്ങനെയൊക്കെ നമ്മൾ ഫീൽ ചെയ്യാന്ന് പറയാം.
ഫെൽ ദ ബ്രാഞ്ചസ്, എവിടെയാണ് കൊമ്പുകളെന്ന് അവന് മനസ്സിലാക്കി. ഇലകൾ എവിടെയാണെന്ന് മനസ്സിലാക്കി. വിത്ത് ഹിസ് ഹാൻഡ്സ്, എങ്ങനെയാണ് മനസ്സിലാക്കി? കൈകളോട് തൊട്ടിട്ടാണ്. ടു ഫൈൻഡ് ദ നെസ്റ്റ്, എന്തിനാണ്? ഈ കൂട് കണ്ടെത്താൻ വേണ്ടിയിട്ട്. അറ്റ് ലാസ്റ്റ് ഹി ഫൗണ്ട് ദ നെസ്റ്റ്, അങ്ങനെ അവസാനം അവൻ ആ കൂട് കണ്ടെത്തി. ഫൗണ്ട് എന്ന് പറഞ്ഞാൽ കണ്ടുപിടിച്ചു. ഫൈൻഡിൻ്റെ പാസ്റ്റാണ് ഫൗണ്ട്. ഫൈൻഡ് കണ്ടുപിടിക്കുക, ഫൗണ്ട് കണ്ടുപിടിച്ചു. റിങ്കു ടുക്ക് ദ ബേർഡ് ഔട്ട് ഓഫ് ഹിസ് പോക്കറ്റ്. He carefully placed it in the nest. The baby bird chirped happily. അപ്പോൾ റിങ്കു ടുക്ക് ദ ബേർഡ് ഔട്ട് ഓഫ് ഹിസ് പോക്കറ്റ്, അങ്ങനെ കൂട് കണ്ടെത്തിയല്ലോ. ഹി ഫൗണ്ട് ദ നെസ്റ്റ് എന്ന് പറഞ്ഞല്ലോ. റിങ്കു ടുക്ക് ദ ബേർഡ് ഔട്ട് ഓഫ് ഹിസ് പോക്കറ്റ്, അവൻ്റെ പോക്കറ്റിൽ നിന്നും ആ കിളിയെ പുറത്തെടുത്തു. ഹി കെയർഫുള്ളി പ്ലേസ്ഡ് ഇറ്റ് ഇൻ ദ നെസ്റ്റ്, വളരെ ശ്രദ്ധാപൂർവം ആ നെസ്റ്റിൽ, ആ കൂട്ടിൽ അതിനെ വെച്ചു. ദ ബേബി ബേർഡ് ചിർപ്ഡ് ഹാപ്പിലി, നല്ല സന്തോഷത്തോടെ ആ ബേബി ബേർഡ് ചിലച്ചു. ചെർപ്ഡ് എന്ന് പറഞ്ഞാൽ ബേർഡ്സ് ഉണ്ടാക്കുന്ന ശബ്ദത്തിനെയാണ് ചെർപ്ഡ് എന്ന് പറയുക. ദ മദർ ബേർഡ് ലുക്ക്ഡ് അറ്റ് ദ ബോയ് താങ്ക്ഫുള്ളി ബട്ട് ഹി കുഡ്ന്റ് സീ ദ ബേർഡ്, ഹി വാസ് ബ്ലൈൻഡ്. ദ മദർ ബേർഡ് ലുക്ക്ഡ് അറ്റ് ദ ബോയ് താങ്ക്ഫുള്ളി, ആ അമ്മക്കിളി വളരെ നന്ദിപൂർവ്വം ആ ബോയെ, ആ ആൺകുട്ടിയെ നോക്കി, റിങ്കുവിനെ നോക്കി. ബട്ട് ഹി കുഡ്ന്റ് സീ ദ ബേർഡ്, പക്ഷേ ആ കിളിയെ ആർക്ക് കാണാൻ കഴിഞ്ഞിരുന്നില്ല? നമ്മുടെ ബോയ്ക്ക്, റിങ്കുവിന്. ബട്ട് ഹി കുഡിൻറ്റ് സീ ദ ബേർഡ്, ആ കിളിയെ, ആ നന്ദിപൂർവ്വം നോക്കുന്ന, താങ്ക്ഫുള്ളി ലുക്ക് ചെയ്യുന്ന ബേർഡിനെ കാണാൻ ആർക്ക് കഴിഞ്ഞിരുന്നില്ല? നമ്മുടെ റിങ്കുവിന് കഴിഞ്ഞിരുന്നില്ല. വൈ? എന്തുകൊണ്ടാണ്? ബിക്കോസ് ഹി വാസ് ബ്ലൈൻഡ്. ഹി കാൺറ്റ് സീ, അവന് കാണാൻ കഴിയില്ലായിരുന്നു, അവന് അന്ധനാണ്. ഹി വാസ് ബ്ലൈൻഡ്, അവൻ അന്ധനായിരുന്നു. അതാണ് കാര്യം. അപ്പോൾ ആ റിങ്കു എന്ന് പറയുന്ന കുട്ടി കാഴ്ചയില്ലാത്തൊരു ബോയുടെ കഥയാണ്. സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് മനസ്സിലാവില്ല, പക്ഷെ അവസാനം നമുക്കത് അറിയും. ഹി വാസ് ബ്ലൈൻഡ്. അപ്പോൾ കണ്ണ് കാണാത്ത ആളെ പറയുന്ന പേരെന്താണ്? ബ്ലൈൻഡ്. ഓക്കെ.